നിനക്ക് 5-1 പങ്ക് മതിയെന്ന് നീ തന്നെയല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനൊരു രഹസ്യ ഇടപാടിന് ഞാൻ എന്തായാലും തയ്യാറല്ല. എന്റെ മക്കളെല്ലാവരും എനിക്ക് ഒരുപോലെ. അവരുടെ മുമ്പിൽ എനിക്ക് നാട്യമില്ല, തുറന്ന മനസ്സേ ഉള്ളൂ. സത്യത്തിൽ പാർവതി നിന്നെ മാത്രം സഹായിക്കാമെന്ന് പറഞ്ഞതിനോടും ആരും അറിയാതെ നീ ആ സഹായം സ്വീകരിച്ചതിനോടും എനിക്ക് യോജിപ്പില്ല അമ്പിളി. നീ ചെയ്തത് തെറ്റാണെന്നേ ഞാൻ പറയൂ. എന്നുവെച്ചാ അച്ഛൻ വിചാരിച്ചിട്ട് രക്ഷപ്പെടാത്ത ഞങ്ങള് വേറെ ആരുടെയും സഹായത്തിൽ രക്ഷപ്പെടുന്നത് അച്ഛൻ ഇഷ്ടമല്ല, അങ്ങനെയാണോ? കൈപിടിച്ച് കയറ്റാൻ പറ്റത്തുമില്ല, കച്ചത്തുമ്പെ പിടിച്ചു കയറാൻ സമ്മതിക്കത്തുമില്ല. അച്ഛാ, ഇതിന്റെ പേര് അച്ഛാ ദ്രോഹം. ഒരച്ഛൻ സ്വന്തം മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാ. അമ്പിളി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മാവൻ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തേ? സ്വന്തം അച്ഛനേക്കാള് ഇന്നലെ കണ്ട കുഞ്ഞമ്മയാണോ നിനക്ക് വിശ്വാസം? രഘു, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ളൊരു പ്രശ്ന. അമ്പിളിയോട് അവളുടെ അമ്മയുടെ സഹോദരിയെ വിശ്വസിക്കരുതെന്ന് പറയാൻ എനിക്കോ നിനക്കോ അവകാശമില്ല. എല്ലാത്തിനും അച്ഛൻ രഘുവേട്ടനെ കൂട്ടുപിടിക്കണ്ട. അതുകൊണ്ടാ ഈ മനുഷ്യൻ എവിടെ എത്താതെ പോയത്. സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. എന്റെ ഭർത്താവിനെ അച്ഛൻ എനിക്കൊന്ന് സ്വതന്ത്രമായിട്ട് വിട്ടു തന്നാ മതി. നീ നാക്ക് വളച്ച അമ്മാവനെതിരെ എന്തെങ്കിലും പറഞ്ഞു നിന്റെ നാക്കിനെ പിഴുതെടുക്കും, മനസ്സിലായോ? രഘു, വിടാ. നിന്റെ ഈ പെരുമാറ്റം കാരണം ഞാനും കൂടി പഴി കേൾക്കേണ്ടി വരുന്നത്. നീ കാണിക്കുന്നതൊക്കെ കണ്ട എനിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കാൻ കാശ് തന്ന് ഞാൻ നിന്നെ നിർത്തിയതുപോലെ ഉണ്ടല്ലോ. അമ്മാവൻ, ഞാൻ വേണ്ട. എന്റെ പെങ്ങളുടെ മകനെന്ന ബന്ധം നമുക്കിടയിൽ ഇനി വേണ്ട. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നീ എനിക്ക് എന്റെ മകളുടെ ഭർത്താവ് മാത്രമാ. നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവളുടെ വാക്ക് കേട്ട് അമ്മായിച്ചനെതിരായി തിരിയണം. അപ്പോഴേ നീ ഒരു നല്ല ഭർത്താവാകും. എങ്കിലേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. നീ അങ്ങനെ ആവുന്നത് തന്നെ രഘു എനിക്കിഷ്ടം.